ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ വീടിനുള്ളിലും പരിസരത്തും ഒക്കെയുള്ള എലികളെ ഓടിക്കുന്ന അല്ലെങ്കിൽ എലികളെ തുരത്തുന്ന ടിപ്പുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോയാണ്. ഞാൻ ഈ വീഡിയോയിൽ എലിയെ ഓടിക്കുന്ന 1-2 ടിപ്പുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലിയെ കൊല്ലാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പ് വന്നിട്ട് എലിയെ ഓടിക്കുന്ന ഒരു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു എരിക്കിൻ്റെ കമ്പാണ്. നമുക്കറിയാം എരിക്കിനൊരു വല്ലാത്ത സ്മെല്ലാണെന്നുള്ളത്. ഈ ഒരു സ്മെല്ല് എലിക്ക് ഒട്ടും തന്നെ പിടിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലൊരു എരിക്കിൻ്റെ കമ്പ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ആ ഒരു സ്മെല്ല് വരത്തക്ക രീതിയിൽ ആ ഇലയും തണ്ടും കൂടെ ഒക്കെ ഒന്ന് ഒടിച്ചിട്ട് നമ്മൾ കാർ പോർച്ചിലോ അതല്ലെങ്കിൽ എലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് ഈ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ എലി ഒട്ടും തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തേക്കൊന്നും വരത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറ്റി വേറൊരു കമ്പ് വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിയെ കൊല്ലുകയല്ല, എലിയെ ഈ ഒരു രീതിയിൽ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പും എലിയെ ഓടിക്കുന്നൊരു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല പോലെ പഴുത്തൊരു തക്കാളിയാണ്. ഈ ഒരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രം മതി നമുക്ക്. അതിനായിട്ട് നമുക്കിത് ഇതുപോലൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മുടെ വീട്ടിലുള്ള 1-2 സാധനങ്ങൾ കൂടി ഈ ഒരു തക്കാളിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ശർക്കരയാണ്. ശർക്കര ഇതുപോലെ നല്ല പോലെ ഒന്ന് ചീകിയെടുക്കണം. ആ ഒരു ശർക്കരയും നമ്മൾ ഈ ഒരു തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള നല്ല മുളക് പൊടി. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ തക്കാളിയുടെ ആ മുറിച്ചെടുത്ത ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തക്കാളിയുടെ ആ ഒരു പുളിപ്പും ജാഗരിയുടെ നമ്മുടെ ശർക്കരയുടെ ആ ഒരു മധുരവും മുളക് പൊടിയുടെ എരിവും ഒക്കെ കൂടെ വരുമ്പം ഈ എലി ഇത് കഴിച്ചതിന് ശേഷം ആ എലിയുടെ വയറ്റിലൊരു അസിഡിറ്റി ഒക്കെ ഫോം ചെയ്യും. അങ്ങനെ അസിഡിറ്റി ഒക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ എലി പിന്നെ ആ ഒരു ഭാഗത്തേക്ക് വരികയില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്ത ശർക്കരയും മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ എലി ഈ തക്കാളിയൊക്കെ കഴിക്കുന്നത് അതിൻ്റെ ഒരു എഡ്ജ് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എഡ്ജ് ഭാഗത്തൊക്കെ നല്ലതുപോലെ വരത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മളെടുത്ത ശർക്കരയും മുളക് പൊടിയും തക്കാളിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം എലി വരുന്ന ഭാഗത്തും അതല്ലെങ്കിൽ എലിയുടെ ചെറിയ ചെറിയ ഹോൾസുകളുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലിയുടെ ശല്യം പിന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാകുകയില്ല. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല. ആ ഒരു പ്രോസസ്സ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിലൊക്കെ ഇതുപോലെ എലി വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ആ ഒരു വെച്ച ഭാഗമൊക്കെ എലി നല്ലതുപോലെ കടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് എലിയെ കൊല്ലാനുള്ള ഒരു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2-3 ടേബിൾ സ്പൂണോളം ആട്ടയാണ്. എത്രത്തോളം നമ്മുടെ എലിയെ ഓടിക്കണോ അതിനനുസരിച്ച് നമുക്ക് ആട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആട്ടയ്ക്ക് പകരം നമുക്ക് കപ്പലണ്ടി പൊടിച്ചതോ അതല്ലെങ്കിൽ തേങ്ങ കൊത്ത് നമ്മൾ ചുട്ടെടുത്തത് പൊടിച്ചെടുത്തതോ ഒക്കെ ഈ ഒരു ആട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആട്ടയിലേക്ക് ഇതുപോലെ 2-3 പാരസെറ്റമോൾ നല്ലതുപോലെ പൊടിച്ചതിട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കുറച്ച് വൈറ്റ് കോൾഗേറ്റ് ആണ്. അതുകൂടി നമ്മൾ ആട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം നമുക്ക് ഈ ആട്ടയും കോൾഗേറ്റും നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാരസെറ്റമോൾ നല്ലതായിട്ട് പൊടിച്ചതും ഒക്കെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാരസെറ്റമോൾ നമുക്ക് എക്സ്പയറിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെടുത്ത ആ പാരസെറ്റമോൾ ഇതുപോലൊരു പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇടിക്കട്ട ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ പൊടിച്ച് എടുക്കണം. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആട്ടയിലും ആ ഒരു കോൾഗേറ്റിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ എലിയെ കൊല്ലുന്നൊരു ടിപ്പ് കൂടി കാണിക്കുന്നത് ഒരുപാട് എലിയുടെ ശല്യമൊക്കെ ഉണ്ട് നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ കൃഷിയും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് എനിക്ക് തോന്നുന്നു വളരെ ഉപകാരപ്രദമാകും എന്നുള്ളത്. ഞാനിപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു രീതി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണ്. നമ്മളിങ്ങനെ ചെയ്താൽ എലി പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതാണ്. കാരണം ഞാൻ ആദ്യത്തെ 2 ടിപ്പുകൾ ഞങ്ങളുടെ കാർ പോർച്ചിൽ കാറിൻ്റെ ബ്രേക്ക് വയറൊക്കെ എലി വന്നിട്ട് കട്ട് ചെയ്തൊരു ടൈമിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു 1-2 ആഴ്ചയൊക്കെ എലിയുടെ ശല്യം ഉണ്ടാകാതിരുന്നു. അതിനുശേഷം ആണ് ഞാൻ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം എലി ചത്തുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് എലിയുടെ ശല്യം ഉണ്ടായിട്ടുമില്ല.
അതുപോലെ ഈ ഒരു ടിപ്പ് നമ്മൾ ട്രൈ ചെയ്യുന്ന ടൈമിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ കോഴിയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ എലി വന്ന് കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള ആട്ടയുടെ ബോൾസ് എടുത്ത് മാറ്റാൻ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എലിയെ ഓടിക്കുന്ന 2 ടിപ്പുകൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ആട്ട ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് എലി വരുന്ന ഭാഗത്തും എലിയുടെ ഹോൾസിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.